കർണാകരൻ എന്തു പറ്റി? അപ്പൊ നീ അകത്തോട്ട് പോയില്ലേ? ആൾക്കൂട്ടം കണ്ട ഉടനെ കുടിച്ചിട്ട് വന്നിട്ട് നീ വെറുതെ ബഹളം വെക്കുവാണോ? പോ. കർണാകരൻ മാഷേ, ഏപ്പടത്തിന്റെ സ്റ്റില്ലെ പോലെ ഇങ്ങനെ എന്താ കിടക്കുന്നേ? ദൃഷ്ടിദോഷത്തിന് വേണ്ടി ജപിച്ച നാരങ്ങ എടുത്ത് അമ്മാവൻ ലെമൺ റൈസ് ഉണ്ടാക്കി കഴിച്ചു. അതിനുശേഷം ഈ പരുവത്തിലായി. ഹലോ, നാട് നശിപ്പിച്ചിട്ട് ഒരുപാട് സമ്പാദിച്ചില്ലേ? പിന്നെന്തിനാ ജപിച്ചിട്ടേക്കണ സാധനങ്ങൾ എടുത്ത് കഴിക്കുന്നേ? കയ്യും കാലും പിടിച്ച് എന്തെങ്കിലും ഉണ്ടാക്കിച്ചോണ്ട് പോകാന്ന് വിചാരിച്ചാ വന്നേ. നിങ്ങൾ തന്നെ കയ്യും കാലും പൊങ്ങാതെ കിടക്കുന്നു. ഇനി ഞാൻ എന്ത് ചെയ്യും? ഇപ്പൊ എന്തിനാ നിങ്ങൾ ഡിസ്കോ ഡാൻസ് കളിക്കുന്നത്? നിങ്ങള് അവരെ കുത്തണമെന്നോ? ഇങ്ങനെയൊക്കെ ആയിട്ടും അടങ്ങില്ലല്ലേ? എന്നതാ ഇയാള് പറയുന്നത്? ഈ സീഡ് കൊടുക്കാനാ പറയുന്നത്. നിങ്ങൾ രണ്ടുപേരും കൂടി ഉള്ളതാണോ? അതെനിക്ക് കാണണ്ട. അയ്യോ എന്റെ ദൈവമേ, അതല്ല. പിന്നെന്താ? പാചക കുറിപ്പ്. കർണമാഷേ, സിഡിയിൽ നിങ്ങൾ പറഞ്ഞ ഫോർമുല ഉപയോഗിച്ചുള്ള സാമ്പാർ ഞാൻ വെച്ചിട്ടുണ്ട്. നക്കി നോക്കിയിട്ട് നല്ലതാണെന്നൊന്ന് പറയ്. ഇതെന്താ പാണ്ടിലോറി കയറിയ തവളയെ പോലെ വായി സൈഡിലോട്ട് പോകുന്നത്? മൂവ്മെന്റ് ഒക്കെ സ്പീഡ് ആവുന്നല്ലോ. എന്ത് പറ്റിയാ ഇത്? അയ്യോ, അമ്മാവന് ഫിക്സാ.